Hi everyone, welcome to Entry OET YouTube channel. So, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഇവിടെ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. സോ മാസ്റ്ററിങ് OET ലിസണിങ് പാർട്ട് ബി. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, ഹൗ ടു മാസ്റ്റർ OET ലിസണിങ് പാർട്ട് ബി. പാർട്ട് ബി OET ലിസണിങ് എല്ലാവർക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ, ഫോളോ അപ്പ് ചെയ്യാനും ക്വസ്റ്റ്യൻ എവിടെ എത്തി, ആൻസർ ഏതാണ്, അങ്ങനെ ആകെ മൊത്തം കൺഫ്യൂഷനാണ്. ഓൾമോസ്റ്റ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ളതാണ്. ചിലർക്ക് ഓഡിയോ കേൾക്കുമ്പം ക്ലിയർ ആകുന്നില്ല, ആക്സെൻറ്റ് ഫോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള വൺ ഓഫ് ദി മൊഡ്യൂളാണ് OET ലിസണിങ് എന്ന് പറയുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ് മൊഡ്യൂൾ. ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജി അറിയാമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർ പ്രാക്ടീസ് ത്രൂ തന്നെ നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്സ് കേട്ടാൽ അതിൻ്റെ ലാംഗ്വേജ് അല്ലെന്നുണ്ടെങ്കിൽ ആക്സെൻറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദി മോസ്റ്റ് ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ തന്നെയാണ് OET ലിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ OET ലിസണിങ്ങിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് കൂടുതൽ ടിപ്സുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഞാൻ ഓൾറെഡി ഈ ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. നമ്മളൊരു 3 ടിപ്സ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. ആ വീഡിയോ നിങ്ങളാരും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്യാം, പ്ലീസ് ടു വാച്ച്. ആ വീഡിയോൻ്റെ ഒരു ഫോളോ അപ്പാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ ടിപ്സ്, അന്ന് നമ്മളൊരു 3-4 ടിപ്സ് ഡിസ്കസ് ചെയ്തിരുന്നു, അതിനോട് ആഡ് ഓൺ ചെയ്യുന്ന കുറച്ചുകൂടി ടിപ്സുമായിട്ടാണ് ഞാനിന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടിപ്സും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള OET ലിസണിങ്ങിൻ്റെ കംപ്ലീറ്റ് ടിപ്സ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ത്രൂ ഔട്ട് എല്ലാവരും വാച്ച് ചെയ്യുക. ആൻഡ് ഈ ടിപ്സ് വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ ഫോർ യു ടു ഗെറ്റ് എ ഗുഡ് സ്കോർ ഇൻ OET സ്പീക്കിംഗ്, എസ്പെഷ്യലി പാർട്ട് ബി. അപ്പോൾ ടിപ്പ് 4 എന്ന് പറയുന്നത്, 3 ടിപ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് പേ അറ്റൻഷൻ ടു ദ കീ വേർഡ്സ്. ഓക്കെ, കീ വേർഡ്സിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുക. സോ കീ വേർഡ്സിന് അറ്റൻഷൻ കൊടുക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അണ്ടർലൈൻ ഓർ മെൻ്റലി നോട്ട് key words in the questions that will help you to identify the correct answers. For instance, if the question mentions initial symptoms, listen for when the patient start describing how their condition began. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇനീഷ്യൽ, അതായത് കീവേഡ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക എന്നുള്ളതാണ്. എക്സാക്ട്ലി ആ വാക്ക് തന്നെ ചിലപ്പോൾ വീഡിയോയിൽ അല്ലെങ്കിൽ ഓഡിയോയിൽ നിങ്ങൾ കേൾക്കണമെന്നില്ല. സോ നിങ്ങൾ പ്രോപ്പറായിട്ട് നോട്ട് ചെയ്യുക. കീവേഡ് പാരാഫ്രൈസ്ഡ് ആയിട്ടുള്ള വാക്കുകളായിരിക്കും, അതിനോട് സിമിലർ ആയിട്ടുള്ള വേറൊരു വാക്കായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഓഡിയോ ക്ലിപ്പിൽ എന്താ പറയുന്നതെന്നുള്ള ആ ഒരു പ്രോപ്പർ വേർഡ്, ആ ഒരു പർട്ടിക്കുലർ വേർഡ് നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് അത് നോട്ടീസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യൽ സിംറ്റംസ് എന്നാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗിനിങ്ങിനുള്ള സിംറ്റംസ് അല്ലേ. അപ്പോൾ ഈ പേഷ്യൻ്റ് എൻ്റെ കണ്ടീഷൻ ബിഗാൻ ചെയ്തത് ഈ ഒരു സിംറ്റംസ് കുറച്ച് സിംറ്റംസ് പറയുവാണ്. ഫോർ എക്സാമ്പിൾ ഈ സിംറ്റംസ് ത്രൂ ആണ് എന്ന് പേഷ്യൻ്റ് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആ പേഷ്യൻ്റ് പറയുന്ന എൻ്റെ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഇനീഷ്യൽ സിംറ്റംസ്. അപ്പോൾ ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറയുന്ന ഒരു കീവേഡ് നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ അവർ ഇനീഷ്യൽ സിംറ്റംസിനെ കുറിച്ച് പറയുമായിരിക്കും, എങ്ങനെയാണത് പറയുന്നതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള കീവേഡ്സ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇതൊരു എക്സാമ്പിളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇതുപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കീവേഡ്സ്, പലതരത്തിലുള്ള കീവേഡ്സ് ആകും. അപ്പോൾ ഇനീഷ്യൽ സിംറ്റംസ് എന്ന് പറയുമ്പം പേഷ്യൻ്റ് കണ്ടീഷൻ എങ്ങനെയാണ് ഈ കണ്ടീഷൻ ബിഗാൻ ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ചായിരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് വൈസ് ഇതുപോലെയുള്ള കീവേഡ്സ് നിങ്ങൾ നോട്ട് ചെയ്തിട്ട് അതിൻ്റെ സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിനോ പാരാഫ്രൈസോ കീവേഡോ ഒക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ലിസൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. സോ വിൽ മൂവ് ടു ദ നെക്സ്റ്റ് ടിപ്പ്, വിച്ച് ഇസ് റൈറ്റ് ആസ് യു ലിസൺ. ഇത് കുറേ പേര് ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലാങ്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ട് എയിലാണ് ഇത് ജനറലി ഈ ഒരു മിസ്റ്റേക്ക് വരുത്തുന്നത്. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പോർഷൻ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അത് എന്തായാലും നിങ്ങൾക്ക് ഓഡിയോ വൺസ് മാത്രമേ പ്ലേ ആവുള്ളൂ. അപ്പോൾ ആ ഓഡിയോ ഓൾറെഡി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ബിക്കോസ് നിങ്ങളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി ഓഡിയോ ക്ലിപ്പും കൂടെ പ്ലേ ചെയ്യുകയും ബാക്കിയുള്ള ആൻസേഴ്സും കൂടെ നിങ്ങൾക്ക് മിസ്സാവുകയും ചെയ്യും. അപ്പോൾ ഇൻ കേസ് ഇഫ് യു മിസ് ഔട്ട് സംതിങ്, ജസ്റ്റ് മൂവ് ഓൺ ആൻഡ് അടുത്തതിലേക്ക് പോകുക എന്നുള്ളതാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നെവർ ഡു ദിസ് മിസ്റ്റേക്ക്. സോ നിങ്ങൾ കേൾക്കുന്ന സമയത്ത് തന്നെ എഴുതിക്കൊണ്ടിരിക്കുക. ട്രൈ ടു ഫിൽ ഇൻ ദ ഗ്യാപ്സ് ആസ് യു ലിസൺ. നിങ്ങൾ ലിസൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഫിൽ ചെയ്യുക. ഇനി ഇൻ കേസ് ഇഫ് യു കെ നോട്ട് ഡു ദാറ്റ്, ജസ്റ്റ് ലീവ് ഇറ്റ്. ആ ബ്ലാങ്ക് നിങ്ങൾ ലീവ് ചെയ്യുക, എന്നിട്ട് അടുത്തതിലേക്ക് പോവുക. ഡോണ്ട് ലീവ് ബ്ലാങ്ക്സ് ഹോപ്പിംഗ് ടു റിമെമ്പർ ലേറ്റർ.
ഇഫ് യു മിസ് സംതിങ് എന്ന് വെച്ചാൽ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ എഴുതാൻ ശ്രമിക്കുക. അത് ലീവ് ചെയ്തിട്ട് പിന്നെ എഴുതാമെന്ന് വിചാരിച്ചത് നടക്കില്ല. ഇനി ഇൻ കേസ് നിങ്ങളത് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളത് ലീവ് ചെയ്യുക. പിന്നെ അത് ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നീട് അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യേണ്ടതായിട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങൾ കീനായിട്ട് അടുത്തതിലേക്ക് ലിസൺ ചെയ്ത് പോവുക. മാക്സിമം ഫസ്റ്റ് ടൈം തന്നെ ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾ കേൾക്കുന്ന സമയത്ത് വൈൽ യു ആർ ഹിയറിങ് ഇറ്റ് അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. അതർവൈസ് അല്ലാതെ നിങ്ങൾ ബ്ലാങ്ക് ആക്കി ഇടരുത്. ഇൻ കേസ് നിങ്ങൾ കേട്ടെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് ബ്ലാങ്ക് ആക്കി ഇടരുത്. കാരണം കുറേ നേരം കഴിഞ്ഞ് ഇഫ് യു തിങ്കിങ് അബൌട്ട് ഇറ്റ് ചിലപ്പോൾ അത് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റിയെന്ന് വരില്ല. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കേൾക്കുമ്പോൾ തന്നെ മാക്സിമം നിങ്ങൾ ആൻസർ ചെയ്യാൻ നോക്കുക. ഇനി നിങ്ങൾക്ക് കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളത് ലീവ് ചെയ്യുക. ഓക്കെ, ഇഫ് യു മിസ് സംതിങ് മേക്ക് ആൻ എഡ്യൂക്കേറ്റഡ് ഗെസ് ബേസ്ഡ് ഓൺ ദ കോണ്ടെക്സ്റ്റ്. ഇനി അത് നമുക്ക് വേറൊരു കാര്യം. ഇനി നിങ്ങൾ ഇൻ കേസ് അത് ലീവ് ചെയ്തു, പക്ഷെ നിങ്ങളൊരു ഡൗട്ടിൻ്റെ പുറത്ത് അത് ലീവ് ചെയ്യരുത്. നിങ്ങൾ മാക്സിമം കേട്ടിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഫില്ല് ചെയ്യുക. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് നോ ക്ലൂ അറ്റ് ഓൾ, നിങ്ങളത് കേട്ടിട്ടേ ഇല്ല, നിങ്ങൾക്കത് മനസ്സിലായില്ല, ഫോളോ അപ്പ് ചെയ്യാൻ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എക്സാം കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫ്യൂ സെക്കൻഡ്സ് ഉണ്ടല്ലോ, ആ സെക്കൻഡ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോണ്ടെക്സ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങളൊന്ന് ഗസ് ചെയ്യുക. വെറുതെ ബ്ലാങ്ക് വിട്ട് ലീവ് ചെയ്ത് പേപ്പർ കൊടുക്കണ്ട. ഇൻ കേസ് നിങ്ങൾ ഗസ് ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിലോ, അപ്പോൾ അങ്ങനെ ആ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ കോണ്ടെക്സ്റ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഹെഡ് ഏക്കിൻ്റെ മെഡിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് അറിയാം ഹെഡ് ഏക്കിൻ്റെ മെഡിസിൻസ് ജനറലി എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള മെഡിസിൻസിൻ്റെ പേര് ഗസ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക, റാദർ ദാൻ കംപ്ലീറ്റ്ലി ലീവിങ് ഇറ്റ്. കംപ്ലീറ്റ്ലി ലീവ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ അല്ലെങ്കിൽ ഒരു മാർക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി കംപ്ലീറ്റ് ആയിട്ട് അവിടെ ഇല്ലാതാവുകയാണ്. ഇനി നമ്മൾ ഗസ് ചെയ്യുക, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമ്മൾ ഗസ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മേ ബി ദർ ഇസ് എ പോസിബിലിറ്റി ഇറ്റ് ക്യാൻ ബി റൈറ്റ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ചെയ്യുക. ആൻഡ് വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് ടിപ്പ് വിച്ച് ഇസ് ആക്ച്വലി ദ ലാസ്റ്റ് ടിപ്പ് ഓൾസോ ഫോർ ലിസണിങ്. റിവ്യൂ ആൻഡ് റിഫൈൻ. യൂസ് ദ ഷോർട്ട് പോസസ് ആഫ്റ്റർ ഈച്ച് റെക്കോർഡിംഗ് ടു റിവ്യൂ യുവർ ആൻസേഴ്സ്. അപ്പോൾ ഒത്തിരി പേര് ചെയ്യുന്ന കാര്യമാണ്, ആൻസർ എഴുതിക്കഴിഞ്ഞാൽ പിന്നെ നോക്കില്ല, അടുത്തതിലേക്കായിരിക്കും ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആക്ച്വലി ആ പോസ് നിങ്ങൾക്ക് തരുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി എഴുതിയിരിക്കുന്ന ആൻസേഴ്സ് ഒന്ന് റിഫൈൻ ചെയ്യാനും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. സോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഡൂയിങ് ഇറ്റ്. അവിടെ എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടോ, എറേഴ്സ് ഉണ്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്സിൽ മാർക്ക് പോകാറുണ്ടോ എന്ന് ഒത്തിരി കാൻഡിഡേറ്റ്സ് ചോദിക്കാറുണ്ട്. എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് മാർക്ക് പോകും. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ, നിങ്ങൾ ഫില്ല് ചെയ്തിട്ടുള്ള ആൻസർ കംപ്ലീറ്റ് ആയിട്ട് റോങ് ആകാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം സ്പെല്ലിംഗ് ത്രൂ ആണല്ലോ ഒരു സെൻറ്റൻസ് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു വേർഡ് ഒരാൾക്ക് വായിക്കാൻ പറ്റുന്നത്. അപ്പോൾ വേർഡിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അത് കംപ്ലീറ്റ് തെറ്റാനുള്ള ഒരു ചാൻസ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ ആൻസേഴ്സ് ഒന്ന് റിവ്യൂ ചെയ്യുക. എസ്പെഷ്യലി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, മേക്ക് ഷുവർ ദ മേക്ക് സെൻസ് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഇൻ ദ നോട്ട്സ് ആൻഡ് ചെക്ക് ഫോർ സ്പെല്ലിംഗ് എറേഴ്സ്. സ്പെല്ലിംഗ് എറേഴ്സ് മാത്രമല്ല, ആ കോണ്ടെക്സ്റ്റിൽ നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യം മാച്ച് ആവുന്നുണ്ടോ, സെൻറ്റൻസിൻ്റെ ഇടയിലുള്ള മിസ്സിങ് പാർട്ടൊക്കെ ആണെങ്കിൽ ആ സെൻറ്റൻസുമായിട്ട് അത് ബ്ലെൻഡായി പോകുന്നുണ്ടോ, അതൊക്കെ ഒന്ന് നിങ്ങൾ റീചെക്ക് ചെയ്യുക. ഓക്കെ, സോ ഓൾവേസ് ഡു ദ റിവ്യൂ. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങൾ റിവ്യൂ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് OET-യിൽ സ്പീക്കിങ്ങിൽ നല്ലൊരു സ്കോർ തന്നെ നേടാൻ സാധിക്കും. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ യു ഓൾ. നിങ്ങൾ ഈ പറയുന്ന ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഫോളോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. ഒബ്വിയസ്ലി യു ക്യാൻ ഗെറ്റ് എ ഗുഡ് സ്കോർ. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. ഇനിയും നമ്മൾ ഒത്തിരി ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് കണ്ടൻസുമായിട്ട് വരുന്നതായിരിക്കും. സോ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക.